കൊച്ചി എളംകുളത്ത് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടന്ന ലഹരി ഇടപാടുകളുടെ കാണാപ്പുറങ്ങൾ തേടി പോലീസ്. ഫ്ളാറ്റിൽ നടന്നത് വൻ ലഹരി കച്ചവടം എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ലഹരി പൊതിയാനുള്ള നിരവധി സിപ്പ് ലോക്ക് കവറുകളും ഉപകരണങ്ങളും പിടിച്ചെടുത്തു. പിടികൂടിയ ലഹരി ഗുളികകൾ വിദേശത്ത് നിന്ന് എത്തിച്ചത് എന്നാണ് പോലീസിന്റെ സംശയം. വിഷ്ണു സുരേഷിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ ലഹരി പിടിച്ചതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനങ്ങൾ? വിഷ്ണു, ഉന്മേഷ്, ഇന്നലെയാണ് എളംകുളത്തെ ഫ്ളാറ്റിൽ നിന്ന് 4 പേരെ ലഹരിയുമായി പിടികൂടിയത്. 15 ഗ്രാം MDMA, 41 ഗ്രാം എക്സ്റ്റസി പില്ല്, കഞ്ചാവ് എന്നിവയാണ് പിടികൂടിയത്. ഈ എക്സ്റ്റസി പില്ല് വിദേശത്ത് നിന്ന് എത്തിച്ചു എന്നാണ് പോലീസിന്റെ സംശയം. 1.5 ലക്ഷം രൂപയും ആ ഫ്ളാറ്റിൽ നിന്ന് ഇന്നലെ പിടിച്ചെടുത്തിരുന്നു. 1.5 വർഷമായി ഇവർ ഇവിടെ വിപണനം നടത്താൻ ആരംഭിച്ചിട്ട്. അപ്പോ ഏകദേശം ഒരു 10 ലക്ഷത്തിലധികം രൂപ ഈ കച്ചവടത്തിലൂടെ ഇവർ നേടി എന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. ഏതെങ്കിലും വിദേശ ശൃംഖലയുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. MBA, MCOM ബിരുദധാരികളാണ് ഈ ലഹരി കച്ചവടത്തിന് വേണ്ടി ലഹരി കച്ചവടം നടത്തിയിരുന്നത്. അവരെയാണ് പിടികൂടിയത്. പെരിന്തൽമണ്ണ സ്വദേശിയായ ഷ്യാമിലാണ് ഇതിന്റെ മാസ്റ്റർ പറയുന്നത് പോലീസ് പറയുന്നുണ്ട്. പ്രതികളെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ഉന്മേഷ്, ശരി. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.